ഹലോ എവരി വൺ, വെൽക്കം ടു ലിറ്റ്ഷർ അക്കാദമി. ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് എക്സാം റിസൾട്ടിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയുടെ കോണ്ടൻറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ലിറ്റ്ഷർ അക്കാദമിയുടെ അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റെഗുലർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കോൺടാക്റ്റ് നമ്പർ ഉപയോഗിച്ച് ഞങ്ങളെ ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. നിങ്ങൾക്കറിയുന്ന പോലെ കഴിഞ്ഞ ആഗസ്റ്റിൽ, അതായത് നമ്മുടെ തൊട്ട് മുന്നത്തെ മാസം, ഇപ്പോൾ സെപ്റ്റംബർ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ആഗസ്റ്റിൽ നടന്ന എക്സാമാണ്. അപ്പോൾ എപ്പോഴാണ് റിസൾട്ട് വരിക എന്നതിനെ പറ്റിയിട്ട് കുറേ കുട്ടികളിങ്ങനെ അവരുടെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ സെറ്റ് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി ഇപ്പോൾ HSST എക്സാം പോലെയുള്ള എക്സാമും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സെറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് പലർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് എപ്പോൾ പ്രതീക്ഷിക്കാം എന്നതിനെ പറ്റിയിട്ട് ഒരുപാട് ആശങ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ സാധാരണഗതിയിൽ ഒരു മാസത്തിനുള്ളിൽ, എക്സാം നടന്ന ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തോടനുബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കാറുണ്ട്. LBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് റിസൾട്ട് ഉണ്ടാവുക. നിങ്ങൾക്കറിയാം, സെറ്റുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾ LBSൻ്റെ വെബ്സൈറ്റിലാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തിരയേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ആഗസ്റ്റ് 24 നടന്ന എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാസം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ സെപ്റ്റംബർ 24 എന്ന തീയതിയോടനുബന്ധിച്ചുള്ള ഏതെങ്കിലും ദിവസം. അപ്പോൾ കറക്റ്റ് ഒരു മാസം എന്ന് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ അതിൽ നേരത്തെ വരാം, ചിലപ്പോൾ അതിലും വൈകിട്ട് വരാം. കഴിഞ്ഞ 2-3 സൈക്കിളിലെ എക്സാമുകളുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസത്തിലേറെ പോയിട്ടുണ്ട്. ഒരു മാസവും 10 ദിവസവും അല്ലെങ്കിൽ 15 ദിവസവും ഒക്കെ ആയ ഇതുണ്ട്, അതിൽ കൂടുതൽ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആഗസ്റ്റ് 24 നടന്ന എക്സാമാണ്. സെപ്റ്റംബർ മാസത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒക്ടോബർ, ഏറ്റവും മാക്സിമം ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വൈകിയ ഒരു അവസരത്തിൽ പോലും അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും ഒക്ടോബർ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വരേണ്ടതാണ്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളീ പറയുന്നത് പൊതുവിൽ LBS സെറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന രീതിയിലെ പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷമുള്ള ഒരു 5-10 ദിവസം എന്ന ഒരു കാലയളവിൽ തന്നെ റിസൾട്ട് സാധാരണഗതിയിൽ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒക്ടോബർ ആദ്യത്തെ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇപ്രാവശ്യത്തെ എക്സാം വൈകിട്ടാണ് നടന്നത്. ജൂലൈയിൽ നടക്കേണ്ട എക്സാമാണ്. ജൂലൈയിൽ നടന്നിട്ടില്ല. എല്ലാ കൊല്ലവും ജൂലൈയിൽ നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്രാവശ്യം അത് ആഗസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിലേ റിസൾട്ടിൻ്റെ കാര്യത്തിലും ഉണ്ടാവും. കാരണം അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രോസസ്സുകളുടെയൊക്കെ ഒരു താമസം മാത്രമാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ജൂലൈയിലെ എക്സാം ആഗസ്റ്റിലേക്ക് മാറ്റിയതുകൊണ്ട് തന്നെ ഡിസംബറിലെ എക്സാം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ജനുവരിയിൽ നടക്കുന്ന എക്സാം, ആ എക്സാം ഫെബ്രുവരിയിലേക്ക് മാറും എന്നോ കൂടുതൽ ദിവസങ്ങൾ വൈകുമെന്നോ നിങ്ങൾ കരുതാൻ പാടില്ല. അങ്ങനെ സംഭവിക്കാം ചിലപ്പോൾ. പക്ഷേ അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നിങ്ങളുടെ പഠനം വൈകിപ്പിക്കാൻ വേണ്ടി പാടില്ല. കാരണം അങ്ങനെ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. LBSനെ സംബന്ധിച്ചിടത്തോളം പഴയ പാറ്റേണിലേക്ക് തിരിച്ചു പോകാൻ ജനുവരി ജൂലൈ എന്ന രീതിയിൽ തന്നെ അടുത്ത വർഷവും നടത്താനുള്ള ശ്രമങ്ങളായിരിക്കും അവർ നടത്തുക. അതുകൊണ്ട് ജനുവരിയിൽ തന്നെ അടുത്ത എക്സാം ഉണ്ടാവും എന്ന് കരുതി തന്നെ വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സാം കഴിഞ്ഞു. അപ്പോൾ അതിന് എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ടോ, കിട്ടാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ധാരണയുണ്ടാവും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അടുത്ത എക്സാം നിങ്ങൾക്ക് എഴുതേണ്ടി വരും, ഈ റിസൾട്ട് അനുകൂലമാവാൻ സാധ്യതയില്ല എന്നുറപ്പുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠനം ആരംഭിക്കേണ്ടതാണ്. അങ്ങനെ ആരംഭിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അത് സ്വന്തം ഒറ്റയ്ക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. എന്നാൽ ഞങ്ങളുടേതുപോലുള്ള ഒരു അക്കാഡമിയുടെ സഹായത്തോടു കൂടി മുന്നോട്ട് പോകണം എന്ന് താല്പര്യമുള്ളവരും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ച് തുടങ്ങണം, നിങ്ങൾ അടുത്ത എക്സാം എഴുതാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ. കാരണം ഇത്തവണ ഇതിൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ഡിലേ ഉണ്ടാവും. പക്ഷേ അടുത്ത എക്സാം ജനുവരിയിൽ തന്നെ നടന്നേക്കാം. അപ്പോൾ അത്രയും മാസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് മുന്നിലുണ്ടാവുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് പഠനം ആരംഭിക്കുക. ലിറ്റ്ഷർ അക്കാദമിയുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റെഗുലർ കോഴ്സിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന PDF മെറ്റീരിയൽ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, ഓരോ യൂണിറ്റിനും പ്രത്യേകം യൂണിറ്റ് എക്സാമുകൾ, 10 വർഷത്തിലധികം വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്,
ഡിസ്കഷൻ ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, മോഡൽ എക്സാം, ഇങ്ങനെ ഒരുപാടേറെ ഫീച്ചേഴ്സ് ഞങ്ങളുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികളെല്ലാവരും എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടോ സെറ്റ് എക്സാം റിസൾട്ടുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.